ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് കേസസിനെ കുറിച്ചാണ്. ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് 5 കേസിലാണ് ഉണ്ടാവുക. ഒന്ന് ലോവർ കേസ്, അപ്പർ കേസ്, സെൻറ്റൻസ് കേസ്, ടൈറ്റിൽ കേസ്, ടുഗിൾ കേസ്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വേർഡ് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് കേസ് ഇവിടെയുണ്ട് ചേഞ്ച് കേസ്. അതിൽ ഫസ്റ്റ് നമ്മൾ അപ്പർ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പർ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം എന്തായി, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഇനി അത് മാറിയിട്ട് നമ്മൾ ലോവർ കേസ് ആണെങ്കിൽ അതെന്തായി, എല്ലാം ചെറിയ അക്ഷരത്തിലേക്ക് മാറി. ഇനി അതെല്ലാം നമ്മൾ സെൻറ്റൻസ് കേസ് ആണെങ്കിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ മാത്രം ക്യാപിറ്റലിലായിരിക്കും, ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും, സ്മോളിലായിരിക്കും. ഇതാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയുന്നത്. ഇതും അല്ലാണ്ട് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഉണ്ട്, അതായത് ഓരോ വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റലിലായിരിക്കും. ഓക്കെ, ഇതല്ലാണ്ട് വേറൊരാളുണ്ട്. ഇപ്പോൾ ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക, ഇതിൽ ഞാൻ എച്ച് സ്മോളിലും ബാക്കിയുള്ളത് എ ക്യാപിറ്റൽ പിന്നെ സ്മോൾ, ഇങ്ങനെയാണെന്ന് ഞാൻ അടിച്ചിരിക്കുന്നത്. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ചേഞ്ച് കേസിൽ ടുഗിൾ കേസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താണോ സ്മോളിൽ ടൈപ്പ് ചെയ്തത് അത് ക്യാപിറ്റലും, എന്താണോ ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്തത് അത് സ്മോളിലായിട്ടും കാണിച്ചു. ഓരോ പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് F3 അടിച്ചു കഴിഞ്ഞാൽ ലോവർ കേസ്, അപ്പർ കേസ്, സെൻറ്റൻസ് കേസ്, ഈ 3 കേസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള കമ്പ്യൂട്ടറിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി ഫോസ്റ്റർ അക്കാദമിയുടെ പേജ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. താങ്ക് യു.